അസ്സലാമു അലൈക്കും. എൻ്റെ ഫസ്റ്റ് നോമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തലനോമ്പിൻ്റെ അന്നത്തുള്ള വീഡിയോസാണ്. അന്ന് തലനോമ്പിൻ്റെ അന്നേ വീഡിയോസ് എടുത്തിട്ടിരുന്നു. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനോ വീഡിയോസിലൊന്നും ഇടാനൊന്നും സമയം കിട്ടിയില്ല. ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് അത് വോയിസും കൊടുത്ത് അപ്പോൾ അത് ഒന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് വീഡിയോസ് ആക്കാമെന്ന് വെച്ച് നിങ്ങളുടെ മുമ്പിൽ ഇടാമെന്ന് വെച്ച് ഞാനതായിരുന്നു എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് സംഭവങ്ങളെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. തണ്ണിമത്തൻ ജ്യൂസ്, അതുപോലെ വെള്ളം, പിന്നെ സമൂസ, ഒരു നോമ്പൂറ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി കാണിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നൂറ ബ്ലോഗ് വന്നിട്ടുണ്ട്. നൂറ ബ്ലോഗ് മോനും വന്നിട്ടുണ്ട്. മോനെ എല്ലാവരും നിൽക്കട്ടെ. ആഹാ നൂറായി കാണാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നല്ല വിഷമമായി. അപ്പോൾ ഞാൻ പോയതിൻ്റെ 3-ാമത്തെ ദിവസം അവൾ സുഖമില്ലായിരുന്നിട്ടും എന്നെ കാണാൻ വേണ്ടി ഓടി വന്നതാണ്. ഞാൻ പോയതിൻ്റെ അന്ന് അവൾക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് മോൻ്റെ കോളേജിലെ കാര്യം സംസാരിക്കാൻ വേണ്ടി പ്രിൻസിപ്പലിനെ കാണാൻ പോകണമായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇരിക്കാതിരുന്നത്. അപ്പോൾ എനിക്ക് വിഷമം പറഞ്ഞപ്പോൾ അവളും മോനും കൂടി അത്രയും ദൂരം അവൾ വയ്യാത്തതാണല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഓടി വന്നതാണ്. അപ്പോൾ കണ്ടതിൽ ഒത്തിരി സന്തോഷമല്ല, ഒരുപാട് സന്തോഷം. സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരു വയറ്റിൽ നിന്ന് ജനിക്കണമെന്നൊന്നുമില്ല. സ്നേഹം എന്ന് പറയുന്നത് സ്നേഹവും ഇഷ്ടവും അതൊക്കെ ഒരു വയറ്റിൽ നിന്ന് ജനിക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെയാണ് സ്നേഹം. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. മരിക്കുന്നത് വരെ ആ സ്നേഹം നിർത്തണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ലൈവിൽ നിന്നായാലും ഒരുപാട് ബന്ധങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും നമുക്ക് അടുത്ത് ചേർത്ത് നിർക്കാൻ ഒക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സന്തോഷം.